നമസ്കാരം. പ്രശസ്ത മാർക്സിസ്റ്റ് ദാർശനികനും മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്ര പണ്ഡിതനും പുരോഗമന സാഹിത്യ നായകനും ഗ്രന്ഥകാരനും പത്രപ്രവർത്തകനും ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പുനഃസംഘാടകനും ആയ പി ഗോവിന്ദപിള്ളയുടെ ഓർമ്മകളുമായാണ് പുരോഗമന കലാസാഹിത്യ സംഘം ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഒരു പ്രഭാഷണ പരമ്പര നടത്തുന്നത്. അതിലെ ഒരു കണ്ണിയാകാൻ എനിക്കും അവസരമുണ്ടായതിലുള്ള അനൽപമായ സന്തോഷം ഈ അവസരത്തിൽ പങ്കുവയ്ക്കുകയാണ്. പി ജിയുടെ ഭൗതികമായ സാന്നിധ്യത്തിൻ്റെ അഭാവം നാം അനുഭവിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 12 വർഷത്തോളമായെങ്കിലും വാക്കുകളായും പുസ്തകങ്ങളായും ആശയങ്ങളായും ആദർശ ജീവിത മാതൃകകളായും പല വിധത്തിൽ ഇടതുപക്ഷ രാഷ്ട്രീയം നേരിടുന്ന വെല്ലുവിളികളായും ഓരോ ദിവസവും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും അസാന്നിധ്യവും നമ്മൾ മലയാളികൾ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സഹയാത്രികരും സാംസ്കാരിക പ്രവർത്തകരും നേരിട്ട് അനുഭവിച്ചറിയുന്നുണ്ട്. പി ജി ജീവിച്ചിരുന്ന കാലവും പി ജി ഇല്ലാത്ത കാലവും തമ്മിലെ അന്തരവും ഇടതുപക്ഷ രാഷ്ട്രീയം തരണം ചെയ്തതും ഇപ്പോൾ നേരിടുന്നതുമായ വെല്ലുവിളികളും പരിശോധിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ശൂന്യതയുടെ ആഴം നമ്മൾ തിരിച്ചറിയുന്നത്. കേസരി ബാലകൃഷ്ണപിള്ളയ്ക്ക് ശേഷം മലയാളം കണ്ട മഹാപണ്ഡിതനായിരുന്നു പി ജി. EMSഉം കെ ദാമോദരനും NE ബലറാമും തുടങ്ങിവെച്ച മാർക്സിസ്റ്റ് സൗന്ദര്യ ചിന്തയ്ക്ക് ആഴത്തിലുള്ള പ്രായോഗിക സമീപനം ആവിഷ്കരിച്ചത് അദ്ദേഹമാണ്. 1949 കൊല്ലം സമ്മേളനത്തോടെ താൽക്കാലികമായെങ്കിലും തകർന്നുപോയ പുരോഗമന സാഹിത്യ സംഘടനയെ ദേശാഭിമാനി സ്റ്റഡി സർക്കിളിലൂടെ പുരോഗമന സാഹിത്യ സംഘമാക്കി വികസിപ്പിക്കുന്നതിൽ EMSനൊപ്പം നേതൃത്വം നൽകിയതും പി ജി ആയിരുന്നു. പി ജിയുടെ നഷ്ടം ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിനും ഇടതുപക്ഷ രാഷ്ട്രീയത്തിനും നികത്താനാവാത്ത വിടവാണ് എന്ന് നാം തിരിച്ചറിയുന്നു. കോളേജ് വിദ്യാർത്ഥിയും വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനുമായിരിക്കുന്ന കാലത്താണ് പി ജി ആദ്യമായി നേരിൽ കാണാനുള്ള ഭാഗ്യം എനിക്കുണ്ടായത്. കേരള സർവകലാശാല തിരുവനന്തപുരത്ത് വേളി യൂത്ത് ഹോസ്റ്റലിൽ സംഘടിപ്പിച്ച സാഹിത്യ ക്യാമ്പിൽ കേരളത്തിലെ പ്രശസ്തരായ എഴുത്തുകാരായ കോവിലനും ONV കുറുപ്പിനും D വിനയചന്ദ്രനും ഒപ്പം പി ജിയും ആ ക്യാമ്പിൽ മുഖ്യ പങ്കാളിത്തം വഹിച്ചിരുന്നു. എഴുത്തുകാരുടെ, പ്രത്യേകിച്ച് യുവ എഴുത്തുകാരുടെ ചിന്തകളെയും നിലപാടിനെയും ഇടതുപക്ഷ ആശയധാരയോടൊപ്പം വിളക്കി ചേർക്കുക എന്നതായിരുന്നു ആ ക്യാമ്പിൽ അദ്ദേഹം നിർവഹിച്ചിരുന്ന ദൗത്യം. ബുദ്ധിജീവി, സൈദ്ധാന്തികൻ എന്നൊക്കെ വിശേഷിപ്പിക്കുമ്പോഴും സന്ദേഹി എന്നൊരു മുദ്ര കൂടി ചാർത്തപ്പെട്ടയാളായിരുന്നു ശ്രീ പി ഗോവിന്ദപിള്ള. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ആദ്യം അതിനെ ശക്തമായി എതിർത്തും പിന്നീട് അനുകൂലിച്ചും ഒടുവിൽ അതിൻ്റെ വക്താവായും 40-ലേറെ വർഷം പ്രവർത്തിച്ച ആൾ. ആത്മകഥ എഴുതാൻ താല്പര്യമില്ലെന്നും എന്നെങ്കിലും ഒരിക്കൽ എഴുതുകയാണെങ്കിൽ പശ്ചാത്താപമില്ലാത്ത കമ്മ്യൂണിസ്റ്റ് എന്നായിരിക്കും അതിന് പേരിടുകയെന്നും അർത്ഥശങ്കയ്ക്കിടയില്ലാതെ വ്യക്തമാക്കിയ രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു അദ്ദേഹം. പുസ്തകങ്ങളുമായും വ്യക്തികളുമായി സംവദിച്ചും വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തിനു വേണ്ടി ആശയങ്ങൾ പ്രചരിപ്പിച്ചും സുദീർഘമായ ജീവിതത്തെ സഫലമാക്കിയ മനുഷ്യൻ. മൗലിക ചിന്തയിലൂടെ എത്തിച്ചേർന്ന നിഗമനങ്ങളും ലോകത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് കണ്ടെത്തിയ പരിഹാരങ്ങളും പുസ്തകങ്ങളിലൂടെ അനശ്വരമാക്കിയ എഴുത്തുകാരൻ. ഈ വിശേഷണങ്ങളെല്ലാം നിലനിൽക്കുമ്പോഴും സന്ദേഹിയുടെ തുറന്നു പറച്ചിലുകൾക്കുള്ള സ്വാതന്ത്ര്യം എക്കാലത്തും സൂക്ഷിച്ച സ്വതന്ത്ര ബുദ്ധിജീവിയുമായിരുന്നു അദ്ദേഹം. 90കളുടെ അവസാനം മലയാള മനോരമയുടെ വാരാന്ത്യ പതിപ്പ് പ്രസിദ്ധീകരിച്ച ഒരു ലേഖനം ഏറ്റവും അധികം പുസ്തകങ്ങൾ വായിച്ച 2 മലയാളികളെക്കുറിച്ചായിരുന്നു. അതിലൊരാൾ M കൃഷ്ണൻ നായരും രണ്ടാമൻ പി ഗോവിന്ദപിള്ളയുമായിരുന്നു. തിരുവനന്തപുരത്ത് ഈഞ്ചക്കലുള്ള പി ജിയുടെ വീട് ഒരു വലിയ ലൈബ്രറിയാണെന്ന് അവിടെ സന്ദർശനം നടത്തിയിട്ടുള്ള പ്രശസ്ത പത്രപ്രവർത്തകനും നമ്മുടെ സംസ്ഥാനത്തെ മുൻ വിവരാവകാശ കമ്മീഷണറുമായ
ശ്രീ കെ വി സുധാകരൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ലോകത്തെ ലഭ്യമായ വൈജ്ഞാനിക മേഖലയിലെ എല്ലാ വിഭാഗങ്ങളും ഉൾക്കൊള്ളുന്ന അതിബൃഹത്തായ ഒരു ഗ്രന്ഥശേഖരമാണ് അവിടെ ഉള്ളത്. സാഹിത്യം, സാമ്പത്തിക ശാസ്ത്രം, ഗണിതശാസ്ത്രം, ഭൗതികശാസ്ത്രം, എന്തിനേറെ തച്ചുശാസ്ത്രത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ പോലും ആയിരക്കണക്കിന് വരുന്ന ആ പുസ്തകശേഖരത്തിൽ നമുക്ക് കാണാൻ കഴിയും. മനുഷ്യത്വമായത് എനിക്കൊന്നും അന്യമല്ല എന്ന് മഹാനായ കാൾ മാർക്സ് പറഞ്ഞതിനെ അന്വർത്ഥമാക്കുന്നതാണ് പി ജിയുടെ വായനാലോകം. മാനവികമായി വേണ്ടതിനെയെല്ലാം അഥവാ അറിയുന്നതിനെയെല്ലാം മാനവികമായ വികാസത്തിന് ഉപകരിക്കുന്ന തരത്തിൽ ആക്കി തീർക്കുക എന്നതായിരുന്നു പി ജിയുടെ ദർശനം. വായനയിൽ ഉണർന്ന് വായനയിൽ ജീവിച്ച് വായനയിൽ ഉറങ്ങിയിരുന്ന പി ജി വായനയുടെയും ചിന്തയുടെയും ലോകത്ത് കടന്നു കഴിഞ്ഞാൽ മറ്റെല്ലാം മറന്നുപോകുന്ന അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ മകനും പ്രശസ്ത പത്രപ്രവർത്തകനുമായ ശ്രീ എം ജി രാധാകൃഷ്ണൻ തമാശ രൂപത്തിൽ പറയുമായിരുന്നു. ഒരിക്കൽ ഭാര്യയോടൊപ്പം മുംബൈയിലെ ഒരു വലിയ പുസ്തകശാലയിൽ കയറിയ പി ജി ഒട്ടേറെ പുസ്തകങ്ങളും വാങ്ങി പുറത്തിറങ്ങിയത് ഒറ്റയ്ക്കായിരുന്നു. ഏറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഭാര്യയും തന്നോടൊപ്പം ഉണ്ടായിരുന്നുവെന്നത് അദ്ദേഹം ഓർമ്മിച്ചെടുത്തത്. അതാണ് അതിലെ ഗൗരവപൂർണമായ ഒരു തമാശ. വായനയും പുസ്തകങ്ങളും മറ്റെന്തിനേക്കാളും അത്രയും പ്രിയപ്പെട്ടതായിരുന്നു അദ്ദേഹത്തിന്. അന്ത്യകാലത്ത് ഗുരുതരമായ കാഴ്ച പ്രശ്നം നേരിട്ടപ്പോൾ വലിയ ലെൻസ് ഉപയോഗിച്ചായിരുന്നു അദ്ദേഹം പുസ്തകങ്ങൾ വായിച്ചിരുന്നത്. അക്കാലത്ത് AKG സെൻറ്ററിലെ അദ്ദേഹത്തിന് അനുവദിച്ചിരുന്ന മുറിയിൽ പുസ്തക ശേഖരങ്ങൾക്കിടയിൽ വലിയ ലെൻസ് പിടിച്ചുകൊണ്ട് പുസ്തകങ്ങൾ വായിക്കുന്ന പി ജിയെ കണ്ട ഓർമ്മകൾ ഒത്തിരി നേതാക്കന്മാർ പങ്കുവച്ചിട്ടുണ്ട്. എല്ലാ വിജ്ഞാനശാഖയെയും നെഞ്ചോട് ചേർത്ത് വെച്ച മഹാപണ്ഡിതനായിരുന്നു പി ജി എന്നത് ഏത് പുസ്തകപ്രേമിയെയും ഏത് സാംസ്കാരിക പ്രവർത്തകനെയും അത്യധികം ആഹ്ലാദിപ്പിക്കുന്ന, അഭിമാനിപ്പിക്കുന്ന, ആവേശം കൊള്ളിക്കുന്ന ഒരു കാര്യമാണ്. സാഹിത്യകൃതികളെയും കലകളെയും സമകാലിക സംഭവ വികാസങ്ങളെയും മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് വ്യാഖ്യാനം ചെയ്ത് കേരളത്തിൻ്റെ സാംസ്കാരിക ലോകത്തിന് നൽകുന്നതിൽ ഏറ്റവും പ്രഗത്ഭരായ ചിന്തകരായിരുന്നു ശ്രീ MS ദേവദാസ്, പ്രൊഫസർ MN വിജയൻ, ഡോക്ടർ KN പണിക്കർ എന്നിവർ. അതിനേക്കാളും ഉയരത്തിൽ നിന്നുകൊണ്ട് മാർക്സിസ്റ്റ് സൈദ്ധാന്തികത കലാസാംസ്കാരിക രംഗത്തെ വായനകളെ, പുസ്തകങ്ങളെ മാർക്സിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തിൻ്റെ വീക്ഷണകോണിൽ നിന്ന് വ്യാഖ്യാനം ചെയ്ത് മലയാളികൾക്ക് സമ്മാനിച്ചിരുന്ന വ്യക്തിയായിരുന്നു പി ജി. ഇന്ന് ശ്രീ ദേവദാസ്, അതുപോലെ തന്നെ MN വിജയൻ മാഷ് തുടങ്ങിയ ആളുകൾ പി ജിയെ പോലെ തന്നെ കഥാവിശേഷരായിരിക്കുന്നു. ശ്രീ KN പണിക്കരാവട്ടെ, അദ്ദേഹത്തിന് ഒന്നും പുതിയതായി നൽകാൻ പ്രായാധിക്യം മൂലമുള്ള ബുദ്ധിമുട്ടുകളാൽ അദ്ദേഹവും മുഖ്യധാര സൈദ്ധാന്തിക ലോകത്ത് നിന്ന് ഏറെക്കുറെ പിൻവാങ്ങിയിരിക്കുകയാണ്. ഇതുപോലെയുള്ള ആളുകൾ നമ്മുടെ സാംസ്കാരിക രംഗത്ത് അവശേഷിപ്പിച്ചിട്ടുള്ള ന്യൂനത അല്ലെങ്കിൽ പോരായ്മ അല്ലെങ്കിൽ അവരുടെ അഭാവം ഇന്ന് സാംസ്കാരിക രംഗത്തിന് ഉണ്ടാക്കി വയ്ക്കുന്ന വെല്ലുവിളി ചെറുതല്ല എന്ന് നമുക്ക് പറയാൻ കഴിയും. പി ജിയുടെ പ്രഭാഷണങ്ങളും പാമര പാണ്ഡിത്യ ഭേദമില്ലാതെ കേൾവിക്കാരിൽ ആന്തരിക ശോഭ പകർന്നിരുന്നതാണ്. 10-20 പുസ്തകങ്ങൾ വായിച്ചാൽ കിട്ടുന്നതിനേക്കാൾ വലിയ അറിവും വെളിച്ചവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണം കേൾവിക്കാർക്ക് സമ്മാനിച്ചിരുന്നത്. ഓരോ പ്രഭാഷണങ്ങളും അത് കേൾക്കുന്നവരിൽ അത്രയധികം ആന്തരികമായ വെളിച്ചം നൽകിയിരുന്നു. വെളിച്ചങ്ങൾ ഒന്നൊന്നായി കെട്ടടങ്ങിക്കൊണ്ടിരിക്കുന്ന ഈ ഇരുണ്ട കാലത്ത് പി ജിയെക്കുറിച്ചുള്ള ഓർമ്മകളും അദ്ദേഹം കൊളുത്തിവെച്ച വിളക്കുകളും ഇന്നും നമ്മൾക്ക് മാർഗദർശകങ്ങളാണ്, വഴിവിളക്കുകളാണ്. ജീവിതം നാടിനും വിപ്ലവ പ്രവർത്തനത്തിനും സാംസ്കാരിക പ്രവർത്തനത്തിനും സാഹിത്യത്തിനും ഒഴിഞ്ഞു വെച്ച സഖാവ് പി ജിയുടെ ധന്യസ്മരണകൾക്ക് മുമ്പിൽ 1000 പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ ഈ ചെറിയ വർത്തമാനം ഇവിടെ ഉപസംഹരിക്കുന്നു. അഭിവാദനങ്ങൾ.